മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ സന്ധ്യയിൽ ഇപ്രകാരം നിങ്ങളുടെ ഓർക്കും വായിപ്പാൻ ദൈവം തന്ന സാവകാശത്തിനായി ദൈവത്തിന് നന്ദി കരയ്ക്കുന്നു. ഇപ്രകാരം അവസരം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോട്, ഇടവക ചുമതലക്കാരോട് നിങ്ങളെല്ലാവരും പ്രത്യേകമായ സ്നേഹവും നന്ദി എന്റെയും കുടുംബത്തിന്റെയും പേരിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഷിനോയച്ചൻ വളരെ നേരത്തെ ഈ ഫെബ്രുവരി മാസം 5-ാം തീയതി മാറ്റിവെക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. വളരെ മുൻപ് തന്നെ പ്രിയപ്പെട്ട എം തോമസ് അച്ഛന്റെ മകൾ ശിവകശമായ സാമുലുക്കോസ് അച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് മാരാമൺ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത കാലം തൊട്ട് അച്ഛനുമായും പരിചയപ്പെടുവാൻ, മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഷിനോയച്ചൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് 98 മുതൽ 2002 വരെ കോട്ടയം സെമിനാറിൽ ഒരുമിച്ച് പഠിക്കുവാൻ, ഒരുമിച്ച് കളിക്കുവാൻ, ഒരുമിച്ച് ദൈവ ശുശ്രൂഷയിലായിരിക്കാനൊക്കെ ദൈവം ഇടയാകും. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് 91-93 ചൈനൂർ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച സമയത്ത് പ്രിയപ്പെട്ട ജേക്കബ് ജോർജ് സാർ എന്റെ അധ്യാപകനാണ്. സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കൂടെ പഠിച്ച അനേക പ്രിയപ്പെട്ടവർ ഈ ഇടവകയിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എബി ദുബൈയിലാണ്. എബി എന്നെ മെസ്സേജ് ചെയ്യുന്നു, അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അറിഞ്ഞു എന്ന് പറഞ്ഞ് എബി എനിക്ക് മെസ്സേജ് ചെയ്യുന്നു. എന്റെ വീട്ടുകാരൊന്നും എനിക്ക് ഓർമ്മയില്ല. എബിയുടെ ഒരു കസിൻ സിസ്റ്റർ ഷൈനി ഉണ്ട്. അവര് ഞങ്ങള് ഫസ്റ്റ് ഗ്രൂപ്പില്, ഷൈനി സെക്കൻഡ് ഗ്രൂപ്പില്. അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ. പ്രത്യേകിച്ച് അഭിയുടെ തിരുവേനിയെ ഈ സമയത്ത് ഓർമ്മ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും ഷിനോയേശനും ഒക്കെ ഞങ്ങളുടെ ശുശ്രൂഷ തുടങ്ങിയത് കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലാണ്. അച്ഛൻ തൃശ്ശൂര്, ഞാൻ കോഴിക്കോടിനടുത്ത് ചെങ്ങറോത്ത് എന്ന് പറയുന്ന സ്ഥലം. ആ സമയത്ത് അഭിയുടെ തിരുവേനിയായിരുന്നു ഭദ്രാസന അധ്യക്ഷൻ. ഞങ്ങളുടെ വിവാഹം നടത്തിയത് അഭിയുടെ തിരുവേനിയാണ്. ഞങ്ങളുടെ മൂത്ത മകളുടെ മാമോദിസ നടത്തിയത് അദ്ദേഹമാണ്. അത് മാത്രമല്ല, ഞാൻ വെല്ലൂരായിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ മറ്റു തിരുവേനിമാരും പലരും വന്ന് സന്ദർശിച്ചു. അതുപോലെ തന്നെ അവന്റെ തിരുവേനിയും ഞങ്ങളുടെ ഇടയ്ക്കൽ വന്ന് ദീർഘസമയം ഇരുന്ന് പ്രാർത്ഥിച്ചു പോയതൊക്കെ ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ ഈ സമയത്ത് ഓർക്കുവാൻ, ചിന്തിക്കുവാനൊക്കെ ഇടയായിത്തീരുന്നു. ദൈവവചന ശുശ്രൂഷയുടെ അനുഭവത്തിലൂടെ എന്റെ സാക്ഷ്യവും പറയുവാൻ അത്രയും ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യങ്ങളാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന്റെ പാടി എപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതി ചെയ്യുക, സ്തോത്രം കരയറ്റുക. അപ്പോൾ സ്തുതി കരയറ്റുക, ദൈവത്തിന് നന്ദിയുള്ളവരായി തീരുക. ഈ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മള് എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഈ ലേഖനത്തെ നമുക്ക് 2ആയി തരം തിരിച്ച് പഠിക്കുവാൻ കൊണ്ട് സാധിക്കും. ആദ്യത്തെ 3 അധ്യായങ്ങൾ തിയറി, തുടർന്നുള്ള 3 അധ്യായങ്ങൾ പ്രാക്ടിക്കൽ. അപ്പോൾ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ നാം ആയിരുന്ന അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഇങ്ങനെ നമുക്ക് എന്തെല്ലാമാണ് മനസ്സിലാക്കേണ്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ കാണുവാൻ ഗുണമിടയായിരുന്നു. തുടർന്നുള്ള അധ്യായങ്ങളിൽ അനുദിന ജീവിതത്തിൽ നാം എപ്രകാരം ആയിരിക്കണം, ആ തിയറിയുടെ പ്രാക്ടിക്കൽ അനുദിന ജീവിത അനുഭവങ്ങളിലൂടെ നാം ആയിരിക്കേണ്ടുന്ന അനുഭവങ്ങളെ കുറിച്ച് ഈ 3 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ ഗുണമിടയായിത്തീരുന്നു.
ഒരു വിശ്വാസി എപ്രകാരം ഈ ലോകത്തിൽ ആയിരിക്കണം, ജീവിക്കണം എന്ന് ഈ വാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വായിക്കുവാൻ ഗുണമിടയായി തീരും. പലപ്പോഴും നമുക്ക് തിയറി എല്ലാം അറിയാം, എന്നാൽ അനുദിന ജീവിതത്തിൽ എവിടെയാണ് ഈ തിയറി ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ വചനം നമുക്ക് കാണാതറിയാം, വചനം നമ്മൾ ഒത്തിരി കേൾക്കും. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ഇന്ന് തൊട്ട് അടുത്ത 15-ാം തീയതി വരെ നമ്മൾ പ്രസംഗം കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊട്ടാരക്കര കൺവെൻഷൻ, കുന്നംകുളം മലബാർ കൺവെൻഷൻ, ഇങ്ങനെ ഒത്തിരി കൺവെൻഷനുകൾ നമ്മൾ ഈ നാടുകളിലൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഇടപാടുകൾ എങ്ങനെയാണ്? നാം ഏത് വിധത്തിൽ ഈ ലോകത്തിൽ ആയിരിക്കുന്നു? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കുന്നു എന്ന് പലപ്പോഴും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കണം ഇടയാക്കിരണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഞങ്ങള് കോഴിക്കോട് പറഞ്ഞല്ലോ, കോഴിക്കോട് ചെക്കറോ എന്ന് പറയുന്ന ഇടവകയിലാണ് ആദ്യത്തെ എന്റെ ഇടവക. അപ്പോൾ ഈ ഇടവകയിൽ ഇരിക്കുമ്പോൾ അതൊരു കുടിയേറ്റ മേഖലയാണ്. അപ്പോൾ നമ്മുടെ ഈ ദേശത്തു നിന്നൊക്കെ മല്ലപ്പള്ളിയിൽ നിന്നും തിരുവല്ലയിൽ നിന്നൊക്കെ പോയി മലബാറിൽ താമസിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ ഒരു സാറ്, അവിടെ കേരളത്തിലെല്ലാം കർഷകരാണ്, അപ്പോൾ അവിടെ 1-2 സാറുമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സാറ് ഒരു കാറ് വാങ്ങിച്ചു. അപ്പോൾ ആ സമയത്ത് അവിടെയൊക്കെയുള്ള യാത്ര ജീപ്പേലാണ്, ജീപ്പേൽ തൂങ്ങി നിന്നൊക്കെയാണ് ഞങ്ങളൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഇടയിൽ ആദ്യമായി ഒരാൾ ഒരു കാറ് വാങ്ങിച്ചു. അപ്പോൾ കാറ് വാങ്ങിച്ച് അത് എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന അനുഭവത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് താക്കോലൊക്കെ സാറിനെ കൊടുത്തിട്ട് സാറിനോട് ചോദിച്ചു, സാറിന് ഡ്രൈവിംഗ് അറിയാം? അപ്പോൾ സാറ് എന്നോട് പറഞ്ഞ മറുപടി, അച്ഛാ എനിക്കിതിന്റെ തിയറി മുഴുവനും അറിയാം, ഇനി റോഡിലോട്ട് ഇറങ്ങി ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ തിയറി അറിഞ്ഞത് കൊണ്ട് ഈ കാറ് റോഡിലൂടെ ഓടിക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അത് ഓടിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് നമ്മളും അനുഭവിക്കണം, ബാക്കിയുള്ളവരും അനുഭവിക്കണം. അപ്പോൾ ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, ഈ വചനം നമ്മൾ സൺഡേ സ്കൂൾ മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ നമുക്ക് ഈ വാക്യങ്ങളും അനുദിന ജീവിതത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ അനുദിന ജീവിതത്തിൽ നാം എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കണം ഇടയാക്കിയിരണം. നമുക്കറിയാം, ഓരോ അപ്പോസ്തലൻ തന്റെ കാരാഗ്രഹ അനുഭവത്തിലാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ തന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ സുവിശേഷം അറിയിച്ചതിന്റെ ഫലമായി തടവറയിലായിരിക്കുന്ന അനുഭവത്തിലാണ് എഫേസ്യ ലേഖനവും ഫിലിപ്പിയ ലേഖനം ഒക്കെ വായിക്കും പറയുമ്പോൾ എന്താ പറയുന്നത്? എപ്പോഴും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. അപ്പോൾ ഇവിടെ പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സ്തുതിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ തടവറയിലായിരിക്കുന്ന അനുഭവത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം അപ്പോസ്തലൻ ഇവിടെ ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നു, ആത്മാവിൽ നിറയപ്പെട്ട്, ഇങ്ങനെയാണ് അല്ലേ? ആത്മാവിൽ നിറയപ്പെട്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. അപ്പോൾ ആത്മീയ നിറവിനെ കുറിച്ച് നമുക്ക് ഇവിടെ വായിക്കുവാൻ, അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ജീവിതത്തിലൂടെ സാധ്യമായി തീരുക. അപ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ, ആത്മാവിന്റെ നിറവിലായിരിക്കുമ്പോൾ, ആത്മാവിന്റെ ഫലം, ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത. അപ്പോൾ അവിടെ 9 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങളാണ്.
സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഇത് നാം ഓർക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്താണ്? സ്നേഹമാണ്. ഒരിടവക ദിനമായി ശതോത്തര രജത ജൂബിലിയായി ഒക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആത്മാവിന്റെ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ പണം ഇടയായിത്തീരുന്ന അനുഭവം എങ്ങനെ ഇത് സാധ്യമായി തീരും? ഉത്തരം വളരെ ലളിതമാണ്. ദൈവത്തോട് ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അന്വേഷിപ്പീൻ, മുട്ടുവീൻ, തുറക്കപ്പെടും. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെയോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം. അതിന്റെ മുമ്പിൽ പറയുന്നുണ്ട്, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ? അതിന്റെ പറയുന്നത്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എത്ര അധികം തരും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന അനുഭവം നമ്മൾ പാടാറുണ്ടല്ലോ, നിന്നിഷ്ടം ദേവ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരങ്ങൾ. അതുകൊണ്ട് ഒരു ഭക്തൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്, ഓ ലോർഡ് ഹോളി സ്പിരിറ്റ്, ബ്രേക്ക് മീ, മെൽറ്റ് മീ, മോൾഡ് മീ ആൻഡ് യൂസ് മീ. ദൈവമേ, അങ്ങനെ നുറുക്കണമേ, എന്നെ ഒരുക്കണമേ, തിരുഹിതം പോലെ രൂപപ്പെടുത്തണമേ, എന്നെ ഉപയോഗിക്കണമേ. അതുകൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥന അത്തരത്തിൽ, ദൈവമേ എന്നെ രൂപപ്പെടുത്തണമേ, എന്നെ അവിടുന്ന് ഉപയോഗിക്കണമേ, നിന്റെ ഹിതം പോലെ എന്നെ വഴി നടത്തണമേ. അപ്പോൾ ഈ ആത്മാവിൽ നിറയപ്പെടുന്ന അനുഭവത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന 3 അനുഭവങ്ങൾ നമുക്ക് ഈ വാക്യങ്ങളിലൂടെ പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കാമെന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൽ നിറയപ്പെടുന്ന അനുഭവങ്ങളിൽ ഒന്നാമതായി പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഹൃദയത്തിനുള്ളിൽ വ്യക്തമായ വ്യതിയാനം ഉണ്ടാകുവാനുള്ള ഗുണമിടയായിത്തീരും. When we fill with Holy Spirit, transformation, രൂപാന്തരം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഈ പുറമെയുള്ള ഭാവങ്ങളും പുറമെയുള്ള മാറ്റങ്ങൾക്കും ഒക്കെയാണ് നമ്മൾ കൂടുതൽ സമയം കൊടുക്കുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നോക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഉള്ളത്തെ. ഉള്ളിന്റെ ഉള്ളിൽ നാം എങ്ങനെയായിരിക്കുന്നു? നമ്മൾ ഇന്ന് ഒരു അഭിനയ ലോകത്തിലാണ്. പുറമെ എന്താണ് എന്ന് നമുക്ക്, നല്ല അകം എന്തായിരിക്കുമെന്ന് നമുക്ക് ആർക്കും ഊഹിക്കുവാൻ സാധിക്കും. നമ്മള് ഈ മറിയ എലിസബത്ത് അവരുടെ കൂടിക്കാഴ്ചയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കാണുമ്പോൾ അവിടെ എങ്ങനെയാ പറയുന്നത്? മറിയ എലിസബത്തിനെ കാണാൻ വന്ന അനുഭവത്തിൽ പിള്ള അവിടെ ഹൃദയത്തിൽ തുള്ളി എന്ന് പറയും. ഉള്ളത്തെ തൊട്ടുണർത്തുന്ന ഒരു അനുഭവം. ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കുന്നു? അപ്പോൾ നാം ആത്മാവിന്റെ നിറവിലായിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാകുമ്പോൾ എന്തുണ്ടാകും? ഹൃദയത്തിൽ മാറ്റമുണ്ടാകും. ഇവിടെ പറയുന്നുണ്ട്, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. അതുപോലെ എന്തുണ്ടാകും? ദുർനടപ്പുണ്ടാകും. പ്രത്യേകിച്ച് ഈ എഫെസോസിലുള്ള ജനം
അവരെ ആരാധിക്കുന്നത് ഡൈനേഷ്യസ് എന്ന് പറയുന്ന ദേവനെയാണ്. അപ്പോൾ ഈ ദേവനെ പ്രസാദിപ്പിക്കുവാൻ മദ്യം കുടിച്ച് അതിന്റെ ലഹരിയിൽ, അതിന്റെ ഉന്മാദത്തിൽ പല കാര്യങ്ങളും കാട്ടിക്കൂട്ടും. അറിയാമല്ലോ, മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവസ്ഥ അവൻ ഏതൊക്കെ തരത്തിലാണ്. അപ്പോൾ ഈ ദേവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ മദ്യം കുടിച്ച് അതിന്റെ അനുഭവത്തിലൊക്കെ ആയി തീരണമെന്ന് എഫെസോസിലെ ആളുകൾ അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? മദ്യം കുടിച്ച് മത്തരാകുക. നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? ആത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. അപ്പോൾ അവിടെയുള്ള എഫെസോസിലുള്ള മനുഷ്യർ ഡൈനേഷ്യസ് ദേവനെ പ്രസാദിപ്പിക്കുവാൻ മദ്യം കുടിച്ച് അതിന്റെ ലഹരിയിലൊക്കെ, അതിന്റെ ഉന്മാദത്തിൽ ആറാടുമ്പോൾ വിശ്വാസികളായ ദൈവജനത്തോട് പറയുന്നു, നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സ്തുതിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും. അപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ കൊടം ഇടയായി തീരുക. അവന്റെ പരിജ്ഞാനത്തോടെ ഇടപെടുവാൻ കൊടം ഇടയായി തീരുന്ന അനുഭവം. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സന്ധ്യായാമത്തിൽ നാം ഇടവചനത്തോട് ചേർന്ന് ഈ ദിവസങ്ങളിലൊക്കെ വചനം കേൾക്കുന്ന അനുഭവങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതാനുഭവം, രൂപാന്തരത്തിന്റെ അനുഭവം, മാറ്റം ഉള്ളിൽ നിന്ന് ഉണ്ടാകുവാൻ ഇടയായി തീരുക. അതാണ് ഇവിടെ ഒന്നാമതായി പറയുവാൻ ഇടയായി തീരുന്നത്. ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഇടയായി തീരുക. ഒരു കഥ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ തന്റെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിന്റെ ശിഷ്യരെ കുറിച്ച്, ഡിസൈപ്പിൾസിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ച് ഈ കുഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞിന്റെ മാതാവ് ഈ കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞെ ഇന്ന് എന്താണ് ടീച്ചർ പഠിപ്പിച്ചത്? അപ്പോൾ ഈ കുഞ്ഞ് ഈ ഡിസൈപ്പിൾസ് എന്നൊക്കെ ഉള്ളത് തെറ്റായിപ്പോയി. കുഞ്ഞ് പറഞ്ഞത് ഇന്ന് സാമ്പിൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. കുഞ്ഞിനതായി മനസ്സിലായത്. അപ്പോൾ ഈ കഥ പറയുന്നത്, being disciples, we are samples of Christ. ശിഷ്യരായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സാമ്പിൾസായി, മാതൃകകളായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഗുണം എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുക. രണ്ടാമതായി പറയാൻ ശ്രമിക്കുന്നത് ആരാധനയുടെ അനുഭവമാണ്. ആത്മാവിൽ നിറയപ്പെടുമ്പോൾ ആരാധനയ്ക്കുള്ള യഥാർത്ഥമായ ആഗ്രഹമുണ്ടാകും. ഹൃദയത്തിൽ കർത്താവിന് പാടുക. ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ്. ഞങ്ങള് ഈ വെല്ലൂര് ഞാൻ 2 ഹോസ്പിറ്റലിന്റെ അനുഭവത്തിലൂടെ 8 മാസത്തോളം, ആദ്യത്തെ 65 ദിവസത്തോളം തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ, പിന്നീട് 6 മാസത്തോളം വെല്ലൂർ മെഡിക്കൽ കോളേജ്. അപ്പോൾ 32 ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുവാൻ കഴിയാതെ ആശുപത്രിയുടെ അനുഭവത്തിൽ, ആശുപത്രി കിടക്കയിലായിരുന്ന അനുഭവം. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തരുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഞാൻ കിംസിലായിരുന്ന അനുഭവത്തിൽ ഞാൻ 40 ദിവസം വെന്റിലേറ്ററിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയത്. 50 ദിവസം ICUവിൽ, 65 ദിവസം
അത് അടുത്ത പോയിന്റോട് ചേർന്ന് പറയാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഓരോ ഞായറാഴ്ചകളിലും ഇപ്പോൾ രാവിലെ 7:30 മണിക്കാണ് ബൈസ്റ്റാൻഡേഴ്സ് NIC-യിലൊക്കെ വരുന്നത്. എന്നാൽ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന കൈക്കൊണ്ടിട്ട് ഈശയ്ക്ക് എന്റെ അടുക്കൽ വരുവാനുള്ള പെർമിഷനൊക്കെ ഹോസ്പിറ്റൽ നൽകിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഗൈഡൻസ് സെന്ററിലാണ് ഈശോ താമസിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്തുള്ള മെഡിക്കൽ കോളേജ് പള്ളിയിലാണ് അവള് ആരാധനയ്ക്കായി കടന്നു പോകുന്നത്. അപ്പോൾ ഈ ആരാധന കഴിഞ്ഞ് ഈ ഞായറാഴ്ചകളിൽ എന്റെ അടുക്കൽ വരും. ഒന്നാണ് ഈ കുർബാനയ്ക്ക് ഏറ്റവും അവസാനം അച്ഛൻ പാടുന്ന പാട്ടുകളുണ്ടല്ലോ, അത് ICU മുറിയിൽ പാടും. കരുണ നിറഞ്ഞ പിതാവേ നൽകി ആശീസുകളിൻ സാഗരമേ ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. നിങ്ങൾ രണ്ടുപേരും കരയും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് നാം സ്തുതി കരേറ്റുന്ന, ദൈവം നൽകുന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും നന്മകളും ഒക്കെ ദൈവത്തിന്റെ ദാനമാണ് എന്ന് ഓർക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഗുണം ഇടയായി തീരുന്ന അനുഭവം നമ്മൾ പറയുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും അപ്പോൾ ആരാധന. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്യന്തം സന്തോഷിച്ചു. 27-ാം സങ്കീർത്തനമായപ്പോൾ പറയുന്നുണ്ട്, എന്തിനാണ് യഹോവയുടെ മനോഹരത്വം കാണാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ തന്നെ. അപ്പോൾ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ, സ്തോത്രത്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് ഇടയായി തീരുന്ന ഒരു അനുഭവവും. 84-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ കോരകപുത്രന്മാർ പറയുന്നുണ്ട്, സൈനികരെ യഹോവേ തിരുദിവാസം എത്ര മനോഹരം, എന്റെ ഉള്ളം. എന്നിട്ട് പറയുന്നുണ്ട്, ബലം ഇങ്ങനെയുള്ള മനുഷ്യൻ, ആദ്യമായി ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. ഏറ്റവും അവസാനം പറയുന്നു, സൈനികരുടെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ആരാധനയുടെ അനുഭവം. വേറൊരു സംഭവം വെല്ലൂരായിരുന്നപ്പോൾ ഞാന് 2022 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് വീഴുന്നത്. ജൂൺ മാസം 5-ാം തീയതിയാണ് ഞങ്ങള് വെല്ലൂരിലേക്ക്, ജൂൺ മാസം 7-ാം തീയതി വെല്ലൂരിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നു. ജൂൺ 28 ആയപ്പോൾ ഞങ്ങള് വെല്ലൂർ മെഡിക്കൽ കോളേജ് ഭാഗമായ റീഹാബ് സെന്റർ, ഗഹായം എന്ന് പറയുന്ന സ്ഥലത്തുള്ള റീഹാബ് സെന്ററിലേക്ക് പോയി. അതിന്റെ തൊട്ട് അടുത്ത ദിവസം ചെന്നതിന്റെ അടുത്ത ദിവസം ജിഷയ്ക്ക് പനിയായി. അപ്പോൾ എന്നെ ശുശ്രൂഷിച്ചത് ഡോക്ടർ ജോർജ് തരിയൻ എന്ന് പറയുന്ന ഡോക്ടറാണ്. അപ്പോൾ തരിയൻ ഡോക്ടർ വന്ന് പറഞ്ഞു, വെച്ചാൽ അച്ഛൻ ഫിസിയോതെറാപ്പിക്കൊന്നും പോകണം. കാരണം ഈ ഇതുപോലെ വീഴ്ച പറ്റിയതും വീണവരും സ്ട്രോക്ക് വന്നവരും അങ്ങനെയുള്ള ആളുകളാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ കൊച്ചമ്മയ്ക്ക് പനിയായി, അത് അച്ഛനും പകരും. അതുകൊണ്ട് അച്ഛൻ റൂമിൽ വിശ്രമിച്ചാൽ മതി. അപ്പോൾ അടുത്ത ദിവസം എനിക്കും പനിയായി, 106 ഡിഗ്രിയോളം പനിയായി.
അപ്പോൾ വീണ്ടും ഞങ്ങളെ ഈ റീഹാബ് സെന്ററിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്റെ മൂത്ത മോള് അവരും +2 പരീക്ഷ എഴുതി കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായ ഒരു ചോദ്യം, എങ്ങനെയാണ് മുന്നോട്ട്, എങ്ങനെ പോകും, ഏത് തരത്തിൽ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള പണമിടയായി തീരും. ഇത് ഞങ്ങളെ രണ്ടുപേരെയും ഭരിച്ച ഒരു വലിയ ചോദ്യമാണ്. ഇത് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. എന്നാൽ ഇത് മനസ്സിലാക്കിയ ഭക്തിയായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, മഹേശ്വരി എന്നാണ് അവരുടെ പേര്. ആന്ധ്രാകാരിയാണ്. ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ഭക്തിയായ ഒരു സ്ത്രീ. അപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിൽ വന്ന് എനിക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു. അപ്പോൾ എന്റെ കൈയൊന്നും ഇങ്ങനെ ഇത്രത്തോളം ബലമുള്ള കൈയല്ല, ഒരു കാര്യം പോലും പിടിക്കാൻ പോലും പറ്റാത്ത ഒരു സമയമാണ്. അച്ഛനൊക്കെ അറിയാം, ഞാൻ ഈ സെമിനാരിൽ വെച്ചും ഒക്കെ നല്ലവണ്ണം ബാഡ്മിന്റൺ കളിക്കുന്നത്. ഞാൻ അച്ഛനിലായിരുന്നപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഒരു 5-6 ഗെയിം ഷട്ടിൽ കളിക്കും. അതുകൊണ്ട് ഞാൻ കിംസിലായിരുന്നപ്പോൾ ഈ ഒരു ദിവസം എൻ്റെ ഈ ബാറ്റ് തന്നത് പിടിക്കുവാൻ പോലും കഴിയാതെ ഞാൻ വിഷമത്തോടെ ഇരുന്നുള്ളത് ഞാൻ ഓർത്തു. അപ്പോൾ അങ്ങനെ ഈ മഹേശ്വരി കൈക്കും കാലിനും കുറെ എക്സർസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, താങ്കൾ ഒരു പുരോഹിതനാണെന്ന് അറിയാം, എങ്കിലും താങ്കളോട് ചോദിക്കുകയാണ്, 139 സങ്കീർത്തനം താങ്കൾക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം. അപ്പോൾ അവര് വീണ്ടും പറഞ്ഞു, എന്നാല് അതിന്റെ വാക്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞു, പോയി നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം അവിടുന്ന് ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും എല്ലാം അവിടെ അറിയുന്നു. പിന്നെ പറയുന്നു, നിന്നെ വിളിച്ച് ഞാൻ ഇവിടെ പോകും. തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കൂടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ നീ എവിടെയുണ്ട്? ഞങ്ങളെ ഒത്തിരി ബലപ്പെടുത്തി. ഇത് സംഗീതം അറിയാവുന്നതാണെങ്കിൽ ഈ പ്രത്യേക സ്ത്രീ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയത്. എന്നെ ഉള്ളതുപോലെ അറിയുന്ന, എന്റെ നിരൂപണങ്ങൾ അറിയുന്ന, എന്റെ നടപ്പും കിടപ്പും എന്റെ വേദനയെല്ലാം അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീ ഞാൻ എന്നും ഓർക്കും, ഞങ്ങളെ ബലപ്പെടുത്തി. അനേകരുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. എന്നെ ഉള്ളതുപോലെ അറിയുന്ന, എന്റെ ശോധനകൾ അറിയുന്ന, എന്റെ നിരൂപണങ്ങൾ അറിയുന്ന, ഇടയ്ക്ക് പറയുന്നുണ്ട്, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ദൈവത്തിന് ആരാധിക്കുവാൻ ഗുണം കഴിയുന്ന ഒരു പരിഭവത്തെ കുറിച്ച് നമുക്ക് ഇവിടെ ഒരു സഭ എന്ന് പറയുന്നത് ഒരു ആരാധനാ സമൂഹമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങള്, ജീവിതം എങ്ങനെയാണ് എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുന്ന ഒരു അനുഭവമായി നമ്മുടെ ആരാധന മാറുമാറ്റ ഗുണമിടയായി തീരണം. നമ്മുടെ യെശയ്യാ പ്രവാചകൻ അദ്ദേഹം കാണുന്ന ദർശനം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം വായിക്കുമ്പോൾ പറയുന്നു, കർത്താവ് ഉയർന്നും ഭൂമിയുമുള്ള സിംഹാസനം ഇരിക്കുന്ന ഞാൻ കണ്ടു. സാറാപ്പുകൾ രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന്. അപ്പോൾ അദ്ദേഹം തന്നിലേക്ക്, തന്റെ ജനത്തിലേക്ക് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ എന്ത് പറയുന്നു? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്റെ ജനവും കുറവുള്ളതാണ്. ആരാധനയുടെ അനുഭവത്തിൽ
നമ്മളെ തന്നെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, വചനം എന്ന കണ്ണാടി മുമ്പിൽ നമ്മെ ഒന്ന് ദൈവമേ വ്യസനത്തിന്റെ മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ആത്മാവിൽ നിറയപ്പെടുമ്പോൾ ഹൃദയത്തിൽ ഇതുണ്ടാകും, മാറ്റമുണ്ടാകും, വ്യതിയാനം ഉണ്ടാകും. രണ്ട്, ആരാധനയ്ക്കുള്ള അഭിവാഞ്ച. മൂന്ന്, സ്തോത്രത്തിന്റെ അവസരം. എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യും. സ്തോത്രം കരേറ്റതാണ്. ഞാൻ 2022 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് വീടുന്നത്. അന്ന് രാത്രി തന്നെ എനിക്ക് ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തു. ഈ കഴുത്തിന്റെ ഈ പ്രഭാഗത്താണ് ഞാൻ വീണ്. ഞാൻ ചെറിയ കെട്ടിടത്തിൽ കയറിയതാണ്. ഏണി വെച്ച് ഇറങ്ങിയതാണ്. ഏണിയെ കാല് വെച്ചു. ഏണി സൈഡിലേക്ക് മറന്നു. ഞാന് പുറകോട്ട് വീണു. ഞാൻ വീണ് കിടന്നതിന്റെ തൊട്ടടുത്ത് ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരുന്നു. ആ സ്ലാബിൽ തല അടിച്ചെങ്കിൽ ആ നിമിഷം തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ജീവിതം ഒരു അത്ഭുതമാണ്. അത് വെല്ലൂരിലെ ഒരു ഡോക്ടറാണ്. ഞങ്ങള് വെല്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് ഡിസംബർ മാസം 5-ാം തീയതിയാണ്, 2022 ഡിസംബർ മാസം 5-ാം തീയതി. അപ്പോൾ അതിന് തൊട്ട് തലേ വെള്ളിയാഴ്ച വെല്ലൂർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും ഒക്കെ ഈ ബഹായത്ത് റീഹാബ് സെന്ററിൽ വന്ന് ക്രിസ്മസ് കരോൾ സർവീസ് നടത്തി, പാട്ടുകളൊക്കെ പാടി, അതുപോലെ തന്നെ വചനം സംസാരിച്ചു, പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിച്ചിട്ട് ഈ ഡോക്ടേഴ്സ് അവിടെയുള്ള രോഗികളെയൊക്കെ കാണുവാൻ, അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിപ്പാൻ. ഇത് 100 പേരോളമാണ് ഈ റീഹാബ് സെന്ററിൽ ഉള്ളത്. ഈ ബൈക്ക് ആക്സിഡന്റ് പറ്റിയവര്, അതുപോലെ സ്ട്രോക്ക് വന്നവര്, പിന്നെ സെർവൽ പാളിസ് ബാധിച്ച കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ അന്ന് പ്രസംഗിച്ച ഡോക്ടർ ഞങ്ങളുടെ അടുക്കൽ വന്നു. എന്റെ അടുക്കൽ വന്ന് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ എന്നെ ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഈ പുറകുഭാഗമൊക്കെ കണ്ടിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, അച്ഛൻ താങ്കളൊരു അത്ഭുതമാണ്, മറക്ക്. കാരണം ഒന്നുകിൽ ആ വീഴ്ചയിൽ മരണപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ ഈ കഴുത്തിന് താഴോട്ട് ചലനമില്ലാതെ കിടക്കയിൽ അങ്ങനെ കടന്നു പോകാമായിരുന്നു. അതിന്റെ മധ്യത്തിൽ ഇങ്ങനെ ഇരുന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിപ്പാൻ, അതുപോലെ വചനം സംസാരിപ്പാനും ഒക്കെ ദൈവം ബലപ്പെടുത്തി. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് അച്ഛൻ അത്ഭുതമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഏപ്രിൽ മാസം 2-ാം തീയതി ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തു. 4-ാം തീയതി അടുത്ത ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് താഴോട്ട് സെൻസേഷൻ ഒന്നുമില്ല, അറിയത്തില്ല. സ്പൈനൽ കോഡ് ഇഞ്ചറി. അപ്പോൾ ഈ അതിനുശേഷം ഞങ്ങൾ 40 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. 20-ാമത്തെ ഒരു 16-ാം ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ ഇതിന്റെ ഈ വെന്റിലേറ്റർ മാറ്റാം, അങ്ങനെ ക്രമേണ അതിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ ഒക്കെ അവർ ശ്രമിച്ചു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 7:30 മണിക്കാണ് ബൈസ്റ്റാൻഡേഴ്സ് കടന്നു വരുന്നത്. വൈകിട്ട് 4:30 മണിക്ക് മിക്കവാറും ജിഷയാണ് അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ, അതുപോലെ ഞങ്ങളെ അവിടെ ഒത്തിരി സഹായിച്ച ഫിലോമോൻ കോശി അച്ഛൻ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരും ഒക്കെ വരും. മിക്കവാറും ജിഷയാണ് വരുന്നത്. ജിഷ വന്ന് കാര്യങ്ങളൊക്കെ, മക്കളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും, പാട്ടുപാടും, വചനം വാക്യങ്ങളൊക്കെ പറയും, പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഓരോ ദിവസവും. അപ്പോൾ എനിക്ക് സമയത്ത് ട്രക്കോസ്റ്റമി ഉണ്ട്.
നേസൽ ട്യൂബ് ഉണ്ട്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല. ഞാൻ ചുണ്ടുകൊണ്ട് പാടുവാനും വാക്യങ്ങളൊക്കെ പറയുവാനും ശ്രമിക്കായിരുന്നു. നമ്മൾ ഈ 20ാമത്തെ ദിവസം രാവിലെ 6:30 മണിയായപ്പോൾ ഈ ട്രക്കോസ്റ്റമി, ഈ വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ 1 മണിക്കൂർ കഴിഞ്ഞ് ഇത് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു ചിന്ത. നമ്മൾ 7 മണിയായപ്പോൾ യേശു വന്നു. അപ്പോൾ ഞാൻ കൈകൊണ്ട് അങ്ങിയത് കാണിച്ചു. ഇത് 6:30 മണി, 1 മണിക്കൂറായി, ഇത് കണക്ട് ചെയ്യാൻ സമയമായി. അപ്പോഴേ അവിടെയുള്ള നേഴ്സുമാരോടൊക്കെ പറഞ്ഞു. അപ്പോൾ 20 ദിവസമായപ്പോഴത്തേക്ക് അവിടെയുള്ള നേഴ്സസ്, സ്ഥിരം നേഴ്സസ് ഒക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ പേരൊക്കെ എടുത്തു വിളിച്ച് ഇത് കണക്ട് ചെയ്യണ്ടായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ വളരെ കുഴപ്പമില്ല, മോണിറ്ററൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നാൽ ജിഷ അവരോട് പറഞ്ഞു, ഈ എന്നും കാണുന്ന ഒരാളെ അല്ല ഞാൻ ഇത് കാണുന്നത്. ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, പാട്ട് പാടുന്നതോ വാക്യം പറയുന്നതോ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവര് അതിനെ അത്ര കാര്യമാക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അബോധാവസ്ഥയിൽ അവിടെ 9 പേരാണ് ഈ NIC-യിലുള്ളത്. 9 പേരുടെയും ബൈസ്റ്റാൻഡേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ് എന്നുള്ള ചിന്തയിൽ ജിഷ നിലവിളിച്ച റൂമിൽ നിന്ന് ഓടി. അവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ അവിടെ ഇരിക്കുന്ന അവിടെ പോയി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കുറെ നേരം കഴിഞ്ഞാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ ഈ വെല്ലൂരിൽ നിന്ന് വരുന്നതിന് തൊട്ട് മുൻപാണ് അറിഞ്ഞത്. എൻ്റെ മൂത്ത മോളും ഫിലമോൻ ശേഷൻ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അന്ന് സംഭവിച്ചത് ഒരു കാർഡിയാക് അറസ്റ്റായി. ദൈവം എന്നെ ജീവനോട് ദൈവത്തിന്. എന്നാൽ ഇങ്ങനെ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായത് കൊണ്ട് കിംസിലെ ഡോക്ടേഴ്സ് ഒക്കെ വിധി എഴുതി, ഇനി എനിക്ക് തനിയെ ശ്വസിക്കുവാൻ സാധിക്കില്ല, ലൈഫ് ലോങ് ഒരു മിനി വെന്റിലേറ്റർ ആവശ്യമാണ്. അതുപോലെ തന്നെ എന്റെ ഹാർട്ട് റേറ്റ് വളരെ താഴ്ന്ന അനുഭവത്തിലുണ്ട്, ബിലോ 40. കുറേ ദിവസങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെയുള്ള കാർഡിയോളജിസ്റ്റ് പേസ് മേക്കർ വയ്ക്കും. എന്നാൽ വലിയ വൈദ്യൻ നമ്മുടെ കൂടെ. ഈ പറഞ്ഞ ഡോക്ടേഴ്സ് തന്നെ തിരിച്ചു പറയുവാൻ പറഞ്ഞു, മിനി വെന്റിലേറ്ററിന്റെ ആവശ്യമില്ല എന്നും പേസ് മേക്കറിന്റെ ആവശ്യമില്ല എന്നും പറയുവാൻ പറഞ്ഞു. അപ്പോൾ എന്റെ ദൈവം വലിയാണ്. അതുകൊണ്ട് നമ്മോട് കൂടെയുള്ളവൻ ശ്രേഷ്ഠന, മഹാവൈദ്യൻ, അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ. ഞാൻ സ്റ്റേബിൾ ആയപ്പോഴാണ് എന്നെ വെല്ലൂരിലേക്ക് കൊണ്ടുപോയത്. ഈ വെല്ലൂർ പോകുന്നതിന് മുൻപ് ഈ കിംസിലെ ഡോക്ടേഴ്സ് നൽകിയ റിപ്പോർട്ടുമായി ജിഷയും എൻ്റെ കൂടെ, ഞങ്ങളുടെ കൂടെ പഠിച്ച വിനോദച്ചന്റെ കൊച്ചമ്മ റീവ കൊച്ചമ്മയുടെ ഡോക്ടറിനെ കാണാൻ പോയി, തരിയൻ ഡോക്ടറിനെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ ഈ റിപ്പോർട്ടൊക്കെ വായിച്ചിട്ട് ജിഷയോട് ചോദിച്ചു, അച്ഛൻ സംസാരിക്കുമോ? അപ്പോൾ ജിഷ പറഞ്ഞു സംസാരിക്കും. ആ സമയത്ത് എനിക്ക് ട്രക്കോസ്റ്റമി ഉണ്ട്, വെല്ലൂരിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഇതൊക്കെ മാറ്റിയത്. അപ്പോൾ ആ സമയത്ത് ഒരു സൗണ്ട് വാൽവ് വെച്ച് സംസാരിക്കും. ഇത് കേട്ടിട്ടാണ് ജിഷ വെല്ലൂരിലേക്ക് പോയത്. അപ്പോൾ ജിഷ പറഞ്ഞ് സംസാരിക്കും. അപ്പൊ വീണ്ടും ചോദിച്ചു, അച്ഛൻ വ്യക്തമായി സംസാരിക്കുമോ? വ്യക്തമായി സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഈ ജിഷയൊക്കെ തിരക്കി, എന്തുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇയാളുടെ സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടാം എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയത്. അതിന്റെയൊക്കെ മധ്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു അത്ഭുതമാണ്. ദൈവത്തിന്
നന്ദിയോട് സ്തോത്രം. സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ അനുഭവങ്ങളുടെ നടുവിൽ എന്റെ നാവിനെ ദൈവം ബലപ്പെടുത്തി. ഞങ്ങള് ഈ വെല്ലൂരിന്റെ പാടുന്ന ഒരു വെല്ലൂര്, ഞങ്ങള് ആ സമയത്ത് ആ റിഹാബില് ഒരു ചാപ്പലുണ്ട്. അപ്പോൾ ഈ ചാപ്പല് തിങ്കളും വെള്ളിയും അവിടെ പ്രാർത്ഥനയുണ്ട്. അവിടുത്തെ സ്റ്റാഫ്സ് രോഗികളും ഒക്കെ കടന്നു വരുന്നു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, അച്ഛൻ പോയി ഈ പാട്ടിനും ആരാധനയ്ക്കൊക്കെ നേതൃത്വം നൽകണം. അപ്പൊ എന്നിട്ട് ഞങ്ങള് ആ സമയത്ത് പോയി പാടുന്ന ഒരു പാട്ടുണ്ട്. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന വിധിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ ആ എത്ര ധന്യമേ ഈ ലോക ജീവിതം. ഇതൊക്കെ അറിയാത്തൊരു പാട്ടാണ്. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോക ജീവിതം. ആദി വേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിന്നീടുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds my future, and life is worth the living just because he lives. അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. അതുകൊണ്ട് സ്തോത്രമല്ലാതെ നന്ദിയല്ലാതെ ഒന്നുമില്ല. മരണത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ ഇനിയും എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ നടുവിൽ ദൈവം എന്നെ ഇത്രത്തോളം സഹായിച്ചു. എന്റെ അവസ്ഥയൊക്കെ എന്നെക്കാളും പ്രിയപ്പെട്ട അച്ഛനും എന്റെ ഭാര്യയ്ക്കൊക്കെ അറിയത്തുള്ളൂ. ഞാൻ അതിന്റെ ഒരു സങ്കീർണ അവസ്ഥ മനസ്സിലാക്കിയത് ഞാൻ രണ്ടാമതൊരു പ്രാവശ്യം വെല്ലൂര് പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങള് ആലുവ ശാന്തിഗിരി അവിടെ ആശ്രമത്തിൽ ഒരു ദിവസം താമസിച്ചു. അപ്പോൾ താമസിച്ച അനുഭവത്തിൽ അന്ന് അവിടെ ശുശ്രൂഷ ചെയ്ത് പ്രിയപ്പെട്ട ബിനുസി സാമൂഹ്യ അച്ഛനിപ്പോഴും കൊട്ടാരക്കര ജോലി വന്നിരുന്നു ശുശ്രൂഷ ചെയ്യും. അപ്പോൾ അച്ഛനെ ഞാൻ വൈകിട്ട് ഡിന്നർ കഴിക്കാൻ എഴുതപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ നമ്മളിങ്ങനെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ എന്റെ അവസ്ഥ ആ അനുഭവത്തിലാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം എന്നെ ഇത്രത്തോളം സഹായിക്കുന്നു. ഞങ്ങള് വെല്ലൂരായിരുന്നപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്തത് പ്രിയപ്പെട്ട ഷിജു എബ്രഹാച്ചനാണ്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നീ പരിശുദ്ധനെന്ന്, വിശുദ്ധ മതപാട് എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിപ്പാൻ പ്രിയപ്പെട്ട അച്ഛനെ ബലപ്പെടുത്തണമേ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛനായ യോബ് തന്റെ ജീവിതാനുഭവങ്ങളോട് പറയുന്നത് പോലെ യോബിന്റെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒടുവിൽ ഞാൻ പൊടിമേൽ നിൽക്കുമെന്നും അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്നും അറിയുന്നു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം വായിക്കുമ്പോൾ യോബ് പറയുന്നു, അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ല. നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇന്നെന്റെ സ്വന്തം കണ്ടുകൊണ്ട് നിന്നെ കാണുവാൻ സാധിച്ചു. ഞാൻ വിശ്വാസം കണ്ടാൽ ദൈവം എന്നെ ബലപ്പെടുത്തുമെന്ന്, ദൈവം എന്നെ ശക്തീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞൊരു അനേക പ്രാർത്ഥനയാണ് ഞങ്ങളെ നിലനിർത്തുന്നത്.
നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദൈവം കൈവിടുന്നതല്ല. അതുകൊണ്ട് ആരാധനയുടെ അനുഭവം, അത് മാത്രമല്ല സ്തോത്രത്തിന്റെ അനുഭവം. ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ, തന്നിരിക്കുന്ന ഉപകാരങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, നിനക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെയാണ്, ഇനി എപ്രകാരം മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മെ ഭരിക്കാം. നമ്മൾ ചിലപ്പോൾ പെറുപെറുക്കുന്നവരായി തീരാം. അറിയാം, ഈ പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ദൈവം തന്റെ ജനത്തെ അത്ഭുതകരമായി മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫറവോന്റെ സൈന്യവും ഒക്കെ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ ഇനി മുന്നോട്ടും പുറകോട്ടും പോകാനൊക്കാത്ത സാഹചര്യങ്ങൾ, ഇടുക്കിടിയുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ദൈവം നടത്തുന്ന വഴികൾ എത്ര അത്ഭുതമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ ജനത്തോട് അല്ലെങ്കിൽ മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ നിശബ്ദനായിരിക്കുക, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. You stand still, I will fight for you. ഈ വാക്യം ഒത്തിരി പേര് പറയാൻ കാരണം ഒരു പെൺകുട്ടി പറഞ്ഞ സാക്ഷ്യമാണ്. ആരാന്ന് ഓർക്കുന്നുണ്ടോ? ജമൈമ റോഡ്രിഗസ് എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഈ കഴിഞ്ഞ വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ സെമി ഫൈനൽ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടി ഇന്ത്യയെ വിജയിപ്പിച്ച ഈ പെൺകുട്ടി അവളുടെ ഈ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡൊക്കെ കിട്ടിയിട്ട് അവൾ ആദ്യം പറഞ്ഞത്, ഐ താങ്ക് ജീസസ്, ഞാൻ യേശുവിനെ നന്ദി പറയും. എന്നിട്ട് അവള് പറഞ്ഞു, ഞാൻ ഈ ക്രീസിൽ നിന്ന അനുഭവത്തിലൊക്കെ ഞാൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്, അതാണ് പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോൾ നമ്മളെ 15-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ ദൈവജനത്തെ വഴി നടത്തിയ അനുഭവങ്ങളിൽ ദൈവജനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ മാറായിലെത്തിയപ്പോൾ മാറായിലെ വെള്ളം കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം എന്ത് ചെയ്തു? ദൈവത്തിന് നേരെ പെറുപെറുത്തു. വീണ്ടും 17-ാം അധ്യായം വായിക്കുമ്പോൾ മസായിൽ എത്തിയപ്പോൾ അവിടെയും വെള്ളമില്ലാതെ ജനം കഷ്ടത അനുഭവിച്ചു. അപ്പോൾ ഈ ജനം മോശയോട് പറയും, നീ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഞങ്ങള് സുഖത്തോടെ അവിടെ ഫറവോന്റെ അടിമത്തത്തിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇറച്ചിക്കലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെ ഈ വെള്ളമില്ലാതെ നശിക്കേണ്ടതിനാണോ നീ? അപ്പോൾ പലപ്പോഴും നമ്മൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കാതെ ദൈവത്തിന് നേരെ വിട്ടുകൊടുക്കുന്നവനാണ്. ദൈവം എത്ര അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മൾ 125-ാമത്തെ ഇടവക ദിനം ഒക്കെ ആചരിക്കുന്ന അപ്പോൾ നമ്മുടെ പിതാക്കന്മാരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര ത്യാഗം സഹിച്ചാണ് നമ്മുടെ പിതാക്കളും മാതാക്കളും ഒക്കെ നമ്മൾ ഇന്ന് സുഖത്തോടെയും ക്ഷേമത്തോടെയും ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവം എത്ര നല്ലവൻ എന്ന് സാക്ഷിക്കുവാൻ, തിരിഞ്ഞു നോക്കി ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന് സ്തുതി കരയറ്റുന്നവരായിരിക്കുക. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ശ്രമിച്ചത്. ഒന്ന്, ആത്മാവിൽ നിറയപ്പെടുമ്പോൾ ഹൃദയത്തിനുള്ളിൽ വ്യക്തമായ വ്യതിയാനം, ട്രാൻസ്ഫോർമേഷൻ. 2, ആരാധനയുടെ അവിഭാജ്യം. 3, സ്തോത്രത്തിന്റെ ഭാവം, സ്തുതി കരയറ്റുവാൻ വഴിയായി തീരുക. കോശി തലക്കൽ സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സ്വദേശം കൊല്ലകടവ് CSI പള്ളിയിലെ അംഗമാണ്. അദ്ദേഹം മാവേലിക്കര ബിഷപ്പ് മൂൺ കോളേജിന്റെ മലയാള വിഭാഗം തലവനായി റിട്ടയർ ചെയ്തു. അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പലതും പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുവാൻ പറ്റിയത് ഞങ്ങള് അമേരിക്കയിലായിരുന്നപ്പോഴാണ്, ഫിലഡൽഫിയയിലായിരുന്നപ്പോഴാണ്.
അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഞങ്ങളുടെ എന്റെ ഇടവകയിലെ ഒരു കുടുംബം ഡിഗ്ലറിന് ക്ഷണിച്ചു. അപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ വരുമ്പോൾ ഒരാളെ കൂടെ കൊണ്ടുവരാം. അപ്പോൾ അദ്ദേഹം അവർ തന്ന അഡ്രസ് അനുസരിച്ച് ഞങ്ങൾ ചെന്നു. അദ്ദേഹം ഈ ആളെ കൂടെ കൂട്ടി ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത അനുഭവത്തിൽ ഇങ്ങനെയാണ് പൂച്ചിത്തൽക്കൽ സാറാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും അദ്ദേഹം എഴുതിയ പാട്ടുകളെ കുറിച്ച്, അതിന്റെ അനുഭവങ്ങളെ കുറിച്ച് ഒക്കെ അദ്ദേഹം പറയുവാൻ കണക്കിടയായി തീർന്നു. അവിടെ ബാലപ്രദേശങ്ങളിൽ അനേകം നല്ല പാട്ടുകൾ, എനിക്ക് ഏത് നേരത്തിലും, എനിക്ക് ഏത് ഇടങ്ങളിലും, ഇങ്ങനെ ഉള്ള അനേകം പാട്ടുകൾ. അപ്പോൾ അതില് അദ്ദേഹം എഴുതിയ പാട്ടിൽ ഒരു മനോഹരമായ പാട്ടാണ്, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ കുറിച്ച് എഴുതുവാനുള്ള അനുഭവത്തെ കുറിച്ചൊക്കെ പറയുന്ന അനുഭവത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യയുടെ രോഗത്തിന്റെ നടുവിലാണ്, ലോകത്തിൽ ഇനി മുന്നോട്ടില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ അനുഭവങ്ങൾ, വിളിച്ചു പറയേണ്ടവരോടൊക്കെ വിളിച്ചു പറയുവാൻ ഡോക്ടേഴ്സ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട അനുഭവം. അപ്പോൾ അദ്ദേഹം തന്റെ മക്കൾ, 2 ആൺമക്കളാണ് സാറിന്. അപ്പോൾ അദ്ദേഹം തന്റെ മക്കളെ അവരായിരുന്ന ഹോസ്പിറ്റൽ റൂമിൽ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്, ഇനിയും മുന്നോട്ടില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി, വിളിച്ചു പറയേണ്ടവരോടൊക്കെ വിളിച്ചു പറയുവാൻ ഈ ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ പിതാവിനോട് പറഞ്ഞത്, അമ്മ, നമുക്ക് വിളിച്ചു പറയേണ്ടവനോട് വിളിച്ചു പറയാം, വിളിച്ചു പറയേണ്ടവനോട് വിളിച്ചു പറയാം. ഈ ഹോസ്പിറ്റൽ മുമ്പിൽ ഈ അപ്പനും മക്കളും കൈകോർത്ത് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുത സൗഖ്യം നൽകി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ വർഷം ഈ ആന്റി ലോകത്തിൽ മാറ്റപ്പെട്ടിരുന്നു. അതിന്റെ മധ്യത്തിലാണ് അദ്ദേഹം എഴുതിയത്, ഇരുൾ നമ്മെ മൂടിയിടുമ്പോൾ ലോക വെളിച്ചമായി അവനടയും, രോഗികളടയിടുമ്പോൾ സൗഖ്യദായകൻ അവൻ കരുതും, അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടും അനുതി. ഇനി മുന്നോട്ടില്ല എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിൽ, തകർന്നു പോയി എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിൽ, ചെങ്കടൽ വരണ്ട നിലകൊടുക്കുവാൻ കഴിയുന്നൊരുവൻ, ഫറവോനെ സൈന്യത്തെയും ചെങ്കടൽ മുക്കിക്കളയുവാൻ കഴിയുന്ന ഒരുവൻ, അവൻ എന്നും ജീവിക്കും. വിശ്വാസ ജീവിതത്തിന്റെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത് അവൻ വീണ്ടും വരും എന്നുള്ളതാണ്. നമ്മുടെ പ്രത്യാശ അതാണ്. അവൻ പോയതുപോലെ വീണ്ടും വരും.